നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുമോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മള് ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി എപ്പോ ഒഴിഞ്ഞു പോകണമെന്ന് അറിയണം, അവർ തന്നെ പോകുമെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭവാനി. ഓം നമ ശിവായ. ഓം നമ ശിവായ. കുറച്ച് കാർഡുകൾ വീണിട്ടുണ്ട്, പിന്നെയും വരുന്നുണ്ട് കാർഡുകൾ. അപ്പൊ കുറച്ചധികം ആളുകൾക്കുള്ള മെസ്സേജ് ആണ് വരുന്നത്. നോക്കട്ടെ. ഭവാനി. ഓം നമ ശിവായ. ഇന്നലെ ശിവരാത്രി ആയിരുന്നു. ചിലരുടെയെങ്കിലും ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ശിവരാത്രിയോടനുബന്ധിച്ച് പലരുടെയും ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഭഗവാനെ. അപ്പൊ നമുക്ക് നോക്കാം. കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പലരോടും പറയുന്നുണ്ട്. അത് ചക്രാസ് ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ്. പല കാര്യങ്ങളും നമ്മളുടെ ചക്രാസ്, പല ചക്ര നമ്മളുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അതെല്ലാം അലൈൻഡ് ആയിട്ട് എല്ലാം ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ, ബ്ലോക്ക് ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് നല്ല സ്പിരിച്വാലിറ്റിയും എല്ലാത്തിലും നല്ലത് നമുക്ക് ഉണ്ടാവുന്നത്. ബന്ധങ്ങളിലും നമ്മളുടെ സാമ്പത്തികത്തിലെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ശാരീരിക അസ്വസ്ഥതകള്, മാനസിക അസ്വസ്ഥതകള്, മൊത്തത്തിൽ എനർജിയിൽ ഒരു പ്രോബ്ലം വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലുമൊക്കെ ചക്രയില് ബ്ലോക്ക് ഉണ്ടാവും. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോടും നിങ്ങളോട് തന്നെയും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വെക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഇപ്പോ നിങ്ങൾക്ക് ചീത്തയായിട്ട് തോന്നുന്നെങ്കിലും ഭാവിയിൽ അത് നല്ല കാര്യങ്ങളായിട്ടാണ് ഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ എല്ലാവരും ഭഗവാന്റെ, ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ കടാക്ഷം നിങ്ങളുടെ മുകളിൽ എപ്പോഴും ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, കർമ്മം ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അയാളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾക്ക് ദൈവം തരുമെന്ന് വിശ്വസിക്കണം. പിന്നെ അടുത്ത കാർഡ് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ പുറത്തുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ എനർജീസിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറെയൊക്കെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് റെസ്റ്റ് എടുക്കുകയാണ്. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അപ്പൊ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവസാനത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഭയങ്കര വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ, അത് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ പോകേണ്ട സമയം കഴിഞ്ഞ് അത് നമ്മളെ ജീവിതത്തിൽ ഇരുന്ന് അത് വിഷമായിട്ട് മാറും. അതെല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. നമ്മളെ ബോഡിയിൽ ഉള്ളിലുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ അത് പുറത്തേക്ക് കളഞ്ഞില്ലെങ്കിൽ അത് കെട്ടിക്കിടന്നാൽ അത് വിഷമായിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ എനർജിയിൽ എന്തൊക്കെയോ വിഷമുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ത്യജിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും ഇഷ്ടമാണെങ്കിലും അതെല്ലാം പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടും ആ എനർജിയെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അത് സ്ലോ ആയിട്ട് അത് വിഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഭഗവാനെ. അപ്പൊ നമുക്ക് കാർഡ് റീഡിങ്ങിലേക്ക് പോകാം അല്ലെ. അപ്പോ ആദ്യത്തെ ചോദ്യം, നമ്മൾ തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി എന്താണെന്നാണ് നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി 5 ഓഫ് കപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാല് അവരെപ്പോഴും ഇപ്പൊ നല്ല സാധനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാലും, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയ ഒരു സാധനം അവരുടെ കയ്യിൽ കിട്ടിയാലും അവർ അതിനകത്ത് ന്യൂനതകൾ കണ്ടെത്തും. കാരണം ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഞാൻ ഇങ്ങനെയാണ്,
ആയിപ്പോയത്, എന്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു, എന്റെ ബന്ധുക്കൾ അങ്ങനെയായിരുന്നു, എന്റെ ഫ്രണ്ട്സ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കഴിവുകേട്, നമ്മളുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങള് മറ്റുള്ളവരുടെ മുതുകിൽ ചാരി വച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറെ ആളുകൾ. അങ്ങനത്തെ ഒരാളാണ്. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ കൊണ്ടുവന്നതല്ല. ഞാൻ വളരെയധികം സ്നേഹിച്ചു, പക്ഷെ മറ്റുള്ളവർ എന്നെ ഉപേക്ഷിച്ചു. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് വെച്ചാല് അത് അവര് അന്ധമായിട്ട് അവര് പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിച്ച് വെക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മളുടെ ഉള്ളിൽ എത്രയൊക്കെ നന്മയുണ്ടെങ്കിലും കുറച്ചൊക്കെ തിന്മയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദേവിമാരും മാലാഖമാരും എല്ലാം മലക്കുകളായിട്ട് മാറണ്ടേ. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ കുറെ നെഗറ്റീവ് ഉണ്ട്. അതെല്ലാം മറച്ചു വെച്ച് ഞാൻ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കില്ല, എന്നിട്ടും എന്നോട് ഇങ്ങനെ ആൾക്കാർ പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന, മറ്റു പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളുണ്ട്, അവർക്ക് ഇത് ഉപേക്ഷിച്ച് നല്ല കാര്യങ്ങളുടെ പുറകെ പോകാം, പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവർ ഈ നെഗറ്റീവ് എനർജിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അവർക്ക് കരയാനാണ് ഇഷ്ടം. അവർക്ക് അവരുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനസ്സില്ലാത്ത ഒരു എനർജിയാണ്, മടിയുള്ള ഒരു എനർജിയാണ്. കാരണം നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പണിയാണ്. പിന്നെ നമുക്ക് പ്രവർത്തിക്കണം, അത് ഇല്ലാതാക്കണം, അത് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തണം. ഇത് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നം മറ്റുള്ളവരാണ് ഉണ്ടാക്കുന്നത് ഈസിയാണ്. അയാള് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായി, ഈ ആള് കാരണമാണെന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു അല്ലെ. ഞാനൊരു സാധുവാണ്, പാവം, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു എനർജി ആണെന്ന് കാണിക്കാൻ ഇത് ആഗ്രഹിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ലാത്ത, ഒട്ടും ഭയങ്കര വീക്കായ ഒരു ക്യാരക്ടറാണ്. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയുള്ള ഒരു എനർജിയാണ്. പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുതുകത്ത് വെച്ചിട്ട് മുങ്ങാൻ ശ്രമിക്കുന്ന, ഞാൻ പാവമാണ്, ഞാൻ എപ്പോഴും ദുരിതം അനുഭവിക്കുന്നത് മറ്റുള്ളവരെ കാരണമാണ് സ്വയം വിശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. ഇതിലാണ് മെജോറിറ്റി ആളുകളും വീണു പോകുന്നത്. സാധുവാണ് ഞാൻ, അയ്യോ അവര് പോയി ഇവര് പോയി എനിക്ക് ആരുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ. നമ്മളുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും വരും. പക്ഷേ നമ്മൾ ആരെങ്കിലും വന്ന് സഹായിക്കുമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ആർക്കും അതിന് സമയമില്ല. എല്ലാവർക്കും അവരുടെ ജീവിതമുണ്ട്. അപ്പൊ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ അങ്ങനെ ഒരു മനസ്സ് വരുമ്പോഴേ ദൈവത്തിന്റെ ഒരു ഹെൽപ്പ് വരും. അതല്ല അങ്ങനെ ഒരു മനസ്സ് വരുന്നില്ലെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്, എന്നെ ആരെങ്കിലും വന്ന് സഹായിക്കോ എന്ന് പറഞ്ഞിരിക്കുമ്പോ ദൈവം വിചാരിക്കും ഒന്നില്ലെങ്കിൽ ഒന്ന് ഒച്ചയെങ്കിലും എടുക്ക്, എന്നാലല്ലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നീ ഇവിടെ ഉണ്ടെന്ന്. അതൊന്നും നീ ചെയ്യുന്നില്ല. എല്ലാം ദൈവം ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് അവരുടെ ജനറൽ ഒരു എനർജി. ഇതിലാണ് ആളുകൾ വീണ് പോണത്. സിമ്പതി എന്നൊരു കാര്യം വന്നു കയറുന്നത് ഇവിടെയാണ്. അപ്പോ ഇവര് മറ്റുള്ളവരെ മുതലെടുക്കും. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഈ ഒരു സിമ്പതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം, ഇവരുടെ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. അങ്ങനെയാണ് ഇവര് മറ്റുള്ളവരെ ഉപയോഗിക്കുന്നത്. അപ്പൊ ചിലര് തിരിച്ചറിയും, ചിലര് തിരിച്ചറിയില്ല, ചിലര് അതിനകത്ത് പെട്ടുപോകും. കാരണം ഈ കണ്ണുനീരെന്ന് പറഞ്ഞൊരു കാര്യം, കണ്ണുനീര് കുറച്ചാണെങ്കിൽ അത് കുഴപ്പമില്ല. കണ്ണുനീര് ബക്കറ്റ് കണക്കിന് മഴവെള്ളം പോലെ വന്നുകൊണ്ടിരിക്കുമ്പോ ചതുപ്പായിട്ട് മാറും. നമ്മളെയും കൂടെ അതിനകത്ത് വലിച്ചെടുത്ത് മുക്കിക്കൊല്ലും. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, ഇത്രയും പറഞ്ഞു. ഇന്റൻഷൻ ഫോർ യുവർ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തിയോട് ഇവർക്കുള്ള ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്ന അടുത്തത്. ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഉദ്ദേശം, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഇവരുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വ്യക്തിയെ അവര് അടുത്തൊന്നും ഉപേക്ഷിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ പരിപാടി. അപ്പോ നമുക്ക് ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്. ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഇവിടെ ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ എനർജി വന്നിരിക്കുന്നത്. ഇത് ചാരിയറ്റ് എന്ന് പറഞ്ഞത് ചാരിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തേരാളിയാണ്. എന്ന് വെച്ചാല് ഈ തേര് എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ രണ്ട് സ്ഥലത്തും വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ജീവികളാണ്. ഇത് സ്വിങ്സ് ആണ്. അപ്പൊ ഇതാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടിനും രണ്ട് സ്വഭാവമാണ്. രണ്ടുപേരും തമ്മിൽ ചേരില്ല. രണ്ടുപേരും രണ്ട് വഴിക്കാണ് ഈ സാധനം തേര് വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഈ തേരാളിയുടെ കയ്യിലാണ് ഈ തേരിന്റെ കടിഞ്ഞാണ്. അപ്പൊ അയാളാണ് തീരുമാനിക്കുന്നത് ഏത് വഴിക്ക് ഈ തേര് കൊണ്ടുപോകണമെന്ന്. അപ്പൊ വളരെ സ്ട്രോങ് ആയ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് അർത്ഥം. അപ്പൊ തേർഡ് പാർട്ടി ഇങ്ങനെ വളരെ വീക്ക് ആയിട്ട്, വളരെ സെന്റിമെന്റൽ ആയിട്ട്, അയ്യോ ഞാൻ പാവമാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴും തേർഡ് പാർട്ടിയാണ് അവരുടെ ജീവിതത്തിൽ എന്താ പറയാ, നമ്മളുടെ എട്ടുകാലിയില്ലേ, എട്ടുകാലി വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ജീവിയാണ്. പക്ഷെ അത് വല വിരിച്ച്
അതിന് വേണ്ട ഭക്ഷണം അത് എടുക്കുന്നുണ്ട്. അതുപോലെയാണ് ഈ തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് ഈ തേർഡ് പാർട്ടിയുടെ കയ്യിലാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ വന്നു കയറുന്ന ആളുകളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണും ഇവർ ഏറ്റെടുക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പൊ ഇവര് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല, ഇവര് ഈ വന്നു കയറുന്ന ആളുടെ ജീവിതം വലിച്ചെടുക്കുക. അയാൾ ആരുടെയെങ്കിലും ഭർത്താവോ ഭാര്യയും ആയിക്കോട്ടെ, ആരുടെയെങ്കിലും മകനോ മകളോ ബ്രദറോ സിസ്റ്ററോ ആരുമായിക്കോട്ടെ, ഇവരാരെയാണ് സഹായിക്കുന്നത്, ആരുമായിട്ടാണ് ഇവർക്ക് ബന്ധമുള്ളത്, ആ ബന്ധം ഇങ്ങനെ വലിച്ചെടുത്ത് ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കി എടുക്കുക എന്നതാണ് ഈ തേർഡ് പാർട്ടിയുടെ ഒരു പ്രത്യേകത. എന്നിട്ട് ഇവരുടെ ജീവിതം, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് ഇവർ ഏറ്റെടുക്കും. എന്നിട്ട് ഇവരാണ് തീരുമാനിക്കുക നിങ്ങളുടെ വ്യക്തി ആരോട് സംസാരിക്കണം, എവിടെ പോണം, ആർക്കൊക്കെ ചെലവിന് കൊടുക്കണം, ആർക്കൊക്കെ പൈസ കൊടുക്കണം, ആരെയൊക്കെ നോക്കണം, ആരോട് സംസാരിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടി. അപ്പൊ ഈ തേർഡ് പാർട്ടിയുടെ കംപ്ലീറ്റ് കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം. മനസ്സിലായോ? വളരെ സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരെ പിഴിഞ്ഞ്, മറ്റുള്ളവരോട് ഒരു സഹതാപവും ഇല്ലാത്ത, എന്നാൽ പുറമേ മറ്റുള്ളവരെ എമോഷൻസ് കാണിച്ച് കരഞ്ഞു കാണിച്ച് എപ്പോഴും സങ്കടമാണ്, ഒരു കാര്യത്തിലും സന്തോഷമില്ല. എന്തൊക്കെ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്താലും ഇവർക്ക് സന്തോഷം ഉണ്ടാവില്ല. മനസ്സിലായി? ഇവരുടെ മുഖം ഒരിക്കലും തെളിയില്ല. ഇതാ പുരുഷനായാലും സ്ത്രീ ആയാലും. എന്ന് വെച്ചാൽ ഇവര് സന്തോഷത്തിന് അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കാണ്. കാരണം ഇവർക്ക് സന്തോഷം ഇഷ്ടമല്ല. സന്തോഷം എന്ന് പറഞ്ഞ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് സന്തോഷം മാറ്റി വെച്ചിട്ട്, ബാറ്ററി കുറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്ന് ഇതിന്റെ ചാർജിലിട്ടിട്ട് മൊബൈല് അപ്പോ ഇവര് മാറ്റി വെച്ചിട്ട് ഈ സന്തോഷം ഇവര് സ്വീകരിക്കില്ല. ഇവർക്ക് ദുഃഖമാണ് വേണ്ടത്. എന്നാലും മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാനുള്ള ക്ഷമയും ഇവർക്കില്ല. ഇവർക്ക് ഇവരുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണുള്ളത്. ഓക്കെ, ഇവർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇവർ ഈ പണം പിടുങ്ങുക എന്നതാണ് ഇവരുടെ. നിങ്ങളുടെ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റിയെടുക്കുക, നിങ്ങളുടെ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഇവരിലേക്ക് ഡിപ്പെൻഡഡ് ആക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. ഓൾറൈറ്റ്. അപ്പോ നിങ്ങളുടെ വ്യക്തിയോട് ഇപ്പൊ ഇവർക്കുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയോട് ഇവർക്ക് ഇപ്പൊ ഉള്ള ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഭയങ്കര ഹോപ്പ്ഫുൾ ആണ് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ. നിങ്ങളുടെ വ്യക്തിയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എനർജി. മനസ്സിലാവുണ്ടോ? അപ്പോ എന്ന് വെച്ചാൽ ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഇവര് മാറ്റിയെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങളുടെ വ്യക്തി ഒരു പ്ലെയർ എനർജി ആയിരുന്നു, ചില ഉഴപ്പുള്ള ഒരു എനർജി ആയിരുന്നു. അപ്പൊ നിങ്ങളുമായിട്ട് ബന്ധമായിരുന്നപ്പോ ഈ വ്യക്തി ഭയങ്കര ഉഴപ്പായിരുന്നു. പക്ഷെ തേർഡ് പാർട്ടിയോടുള്ള ബന്ധം തുടങ്ങിയപ്പോ ഈ തേർഡ് പാർട്ടിയുടെ പുറംപൂച്ചിലും, തേർഡ് പാർട്ടിയുടെ ഈ എന്താ പറയാ പൊള്ളച്ചിരിയിലും, ഈ പൊള്ളയായ സ്നേഹത്തിലും സഹതാപത്തിലും ഒക്കെ നിങ്ങളുടെ വ്യക്തി കമന്നടിച്ച് വീണ് കിടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പലരും വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വെക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് പല തേർഡ് പാർട്ടികളുണ്ട്, പല ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവരുമായിട്ട് ചേർന്നപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റു തേർഡ് പാർട്ടികളെയും നിങ്ങളെയും കൂടി ഇവര് ഒഴിവാക്കി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ വളരെ സ്ട്രോങ് ആയ ഒരു തേർഡ് പാർട്ടിയാണിത്. അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിൽ വളരെ ആശ വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെയധികം ഇത് നല്ലൊരു ഭാവി ഉണ്ടാവും ഇവർക്ക് എന്ന ഒരു വിശ്വാസമാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇവര് വളരെ സൊസൈറ്റി ലേഡി എന്ന് നമ്മൾ പറയില്ലേ, എന്ന് വെച്ചാല് വളരെ പാർട്ടിയൊക്കെ നടത്തുന്ന, വളരെയധികം വലിയൊരു വിശാലമായൊരു എന്താ പറയാ പരിചയക്കാരുള്ള ഒരു എനർജിയാണ്. എല്ലാവരോടും കയറി ഹെഡ് ചെയ്ത് സംസാരിക്കുന്ന, വളരെയധികം പൊട്ടിച്ചിരിക്കുന്ന, പാർട്ടികളൊക്കെ നടക്കുമ്പോൾ കുറെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഇവരുടെ ഒച്ചയായിരിക്കും ഉയർന്ന് കേൾക്കുക. ഇവരാണ് പൊട്ടിച്ചിരിക്കുക. അപ്പൊ ആൾക്കാരുടെ ശ്രദ്ധ എന്താ പറയാ അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറെ പരിശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി ഇവരുടെ കുഴിയിൽ ചെന്ന് ചാടുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ഇവർ ഭയങ്കരമായ ഒരു പോസിറ്റീവ് ഇതുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇവർ വളരെയധികം മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും. നേരത്തെ പല തേർഡ് പാർട്ടികളോട് സംസാരിച്ചിരുന്ന നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഇവരോട് മാത്രമാണ് ഒതുങ്ങുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും തേർഡ് പാർട്ടി എല്ലാം പോയിന്ന്. എന്നാലും ഏതോ ഒരെണ്ണം ഉണ്ടല്ലോ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ
എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഈ തേർഡ് പാർട്ടി കാരണമാണ് ഈ വ്യത്യാസം മുഴുവനും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. നമുക്കൊക്കെ അഭിനയിക്കാം, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒരു കുറെ അധികം അഭിനയിക്കണമെങ്കിൽ നമ്മൾ അത്രയും വലിയ അഭിനേതാവായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ അത്രയും ദുഷ്ടത്തരം വേണം, എന്നാലേ ജീവിതകാലം മുഴുവൻ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇവർ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വ്യക്തിക്ക് ഇവരുടെ ശരിക്കുള്ള സ്വഭാവം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭാഗം നന്നായിട്ട് ഞാൻ കണ്ടു, പക്ഷെ അതോട് കിട്ടിയില്ല. ഇതാണ് മറുപടി. അപ്പോ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരെ ആരൊക്കെയോ സ്പൈ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ കയ്യിരിപ്പ് ഭയങ്കര മോശമായതുകൊണ്ട് ഇവർക്ക് പല ശത്രുക്കളും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് ഒരു സുരക്ഷിതത്വം വേണമെങ്കിൽ ഇവരുടെ കൂടെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണം. അതാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ വ്യക്തിയെ പറഞ്ഞു മയക്കി ഇവര് ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് ഇവരെ ആരൊക്കെയോ സ്പൈ ചെയ്യുന്നുണ്ട്, ഇവരെ ഉപദ്രവിക്കാൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു സപ്പോർട്ട് വേണം. ഇവരറിയുന്നവരാരും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല, ഇവരെ ബന്ധുക്കൾ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവര് മുറുക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണ് അടച്ചു കെട്ടിയേക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവരുടെ മാത്രം കാണുന്നുള്ളൂ. നിങ്ങളുടെ അത് മാജിക് അല്ല, ബ്ലാക്ക് മാജിക് അല്ല. ഇവരങ്ങനെ ആക്കി എടുത്തേക്കാണ് നിങ്ങളുടെ വ്യക്തിയെ. നിങ്ങളുടെ വ്യക്തി ഇവര് പറയുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, മറ്റാരെയും നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസമില്ല. അത്രയും അങ്ങോട്ട് ഇവര് നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര അധികം ഭാരം ചുമക്കുന്നു, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുള്ള ഒരാളാണ് തേർഡ് പാർട്ടി. അവര് തന്നെ വരുത്തി വെച്ചതാണ്. അവര് പറയും, ഞാൻ ഇങ്ങനെ എന്റെ ഭർത്താവ് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങനെ ഒരു പാവം, എനിക്ക് മനസ്സിലായില്ല, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. എത്രയോ സ്ഥലങ്ങളില് ആണുങ്ങള് അല്ലെങ്കിൽ പെണ്ണുങ്ങള് അവരുടെ ഗേൾ ഫ്രണ്ട്സിന്റെയോ ബോയ് ഫ്രണ്ട്സിന്റെയോ എക്സിന് എന്തോരം പേര് ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാമോ? കാരണം ഈ സ്ത്രീകളും പുരുഷന്മാരും നുണ പറയും. എന്നെ അങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു പറയുമ്പോൾ സ്വന്തം ഭർത്താവിനെ കൊലക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെ കൊലക്കി കൊടുക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ ലോകത്ത്. അതെല്ലാം നുണ പറഞ്ഞിട്ടാണ്. അപ്പോഴുള്ള ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ, അയ്യോ പാവം എന്റെ ഗേൾ ഫ്രണ്ട് എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ട് ആ വ്യക്തി എന്ന് പറഞ്ഞിട്ട് അയാളെ കൊല്ലാനും അയാളെ ഉപദ്രവിക്കാനുമായിട്ട് പറഞ്ഞ് വിടുന്ന കുറെ സ്ത്രീകളും പുരുഷന്മാരും നമ്മളെ ലോകത്തുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു തേർഡ് പാർട്ടിയാണ് ഇവര്. ഇവരുടെ എക്സിനെ കുറിച്ചൊക്കെ ഇവര് വളരെ ദുഷ്ടനാണ്, ദുഷ്ട സ്വഭാവമുള്ള ആളുകളാണ്. അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ, ഇവരുടെ സ്വന്തം വീട്ടുകാര്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ദുഷ്ടത്തരമുള്ളവരാണ്, എപ്പോഴും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് നിങ്ങളുടെ വ്യക്തിയെ പാട്ടിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ വ്യക്തിക്ക് പാവം, അയ്യോ ഒരു ഇതല്ലേ പാവം, ഇത്രയും പാവമായി ഇവരോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി വെച്ചിരുന്നത്. അപ്പൊ ഇവരെ എപ്പോഴും സ്പൈ ചെയ്യുന്നുണ്ട്. ഇവരെ പലരും സ്പൈ ചെയ്യുന്നുണ്ട്. ഇവരുടെ വീട്ടുകാരായിരിക്കാം, പോലീസ് ആയിരിക്കാം. ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഇവര് മാനിപ്പുലേറ്റ്, കൺകെട്ട് വിദ്യക്കാരൻ, ജെമിനായി ആണ് ഇവിടെ കാണിക്കുന്ന മജീഷ്യൻ. കൺകെട്ട് വിദ്യക്കാരനാണ് മജീഷ്യൻ അല്ലെ. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരാളാണ്. ആ വ്യക്തിയുടെ ആ സമയം കഴിയുമ്പോൾ അത് മാഞ്ഞു പോവുകയും ചെയ്യും. ആളും പോവും, ആ കാര്യങ്ങളും മാഞ്ഞു പോവും. അങ്ങനെയാണ്. അപ്പൊ കൺകെട്ട് കാരെ പോലെ വളരെയധികം നുണ പറയാൻ പറ്റുന്ന, ഇല്ലാത്ത കാര്യങ്ങൾ കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്ന, ആൾക്കാരെ പറഞ്ഞു മയക്കിയിടാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിയെ മയക്കിയിടാൻ പറ്റുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി. അപ്പൊ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ആളുകൾ തേർഡ് പാർട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. തേർഡ് പാർട്ടി മുങ്ങി നടക്കുകയാണ് പലയിടത്തും. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്ക് ആരെങ്കിലും ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ വ്യക്തിയാണ് ഇപ്പോ ഏറ്റവും പറ്റിയ ഒരാളായിട്ട് തേർഡ് പാർട്ടി കണ്ടിരിക്കുന്നത്. ഇവിടെ ജെമിനായി, സോഡിയക് സൈൻ, അക്വേറിയസ്, പിന്നെ ക്യാൻസർ, ഇത് മൂന്നുമാണ് സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നമുക്ക്, ഇവരെന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുമോ, സ്വമനസാലെ പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവര് പോകുമെന്നാണ് പറയുന്നത്. എപ്പോഴാണെന്നറിയാമോ? ഇവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുമ്പോ. എന്ന് വെച്ചാല് ഇവര് ശരിക്കും പറഞ്ഞാല്
ഇവർക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം വേണം, അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടേ ഇരുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഇവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇവർക്ക് അറിയില്ല ഇവരെന്താണ്. ഇപ്പം കുറെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് ഇവർക്ക് ശരിക്കും ഇവര് ഭയങ്കര സ്വാർത്ഥതയുള്ള, അധികവും വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ലോകപരിചയമില്ലാത്ത ഒരു എനർജിയാണ്. വളരെ സെൽഫിഷ് ആയ ഒരു എനർജിയാണ്. അവര് ചെയ്യുന്നത് എന്താന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അറിയില്ല. അവരുടെ കാര്യത്തിന്, അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം. അവരെന്തെങ്കിലും പോകുമോ എന്ന് ചോദിച്ചാൽ അവർ പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, വളരെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഒരു നെഗറ്റീവ് ഇതിലേക്ക് വരുമ്പോൾ വളരെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു അമ്മയാണ്. മറ്റുള്ളവരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നോക്കും. സ്വന്തം കാര്യം മറന്നു പോകുന്ന ഒരു അമ്മയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സമയം ഇവർക്ക് ഉണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഒരിക്കൽ ആരുടെയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആയിരുന്നു, അവർക്ക് വേണ്ടി മരിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവരെ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്തു. ഇവരുടെ സ്നേഹമോ, അപ്പൊ ഇവര് അത്ര വലിയ കാണാൻ അത്ര വലിയ എന്താ പറഞ്ഞ ഒരു, നമ്മള് പറയില്ല ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര സുന്ദരനാണ്, അങ്ങനത്തെ ഒരു ഇതില്ലായിരിക്കാം. അപ്പൊ വളരെ ഒതുങ്ങി കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉള്ള എന്റെ യോഗമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് സകലതും സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചിരുന്ന ഒരു എനർജി ആയിരുന്നു തേർഡ് പാർട്ടി. പക്ഷെ അവർക്ക് അതുകൊണ്ട് ഒന്നും ഒരു ഗുണവും കിട്ടിയില്ല. അവരുടെ ജീവിതത്തിലെ ആളുകളെ എല്ലാം മറ്റുള്ളവര് അടിച്ചോണ്ട് പോയി. മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ ഇവരെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവര് കഴിവില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്തു കൊടുത്താലും ഒരു 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 എന്താ കരുണയും ഒരു കൃതജ്ഞതയും ഒന്നും കിട്ടാതിരുന്ന ഒരു എനർജിയാണ്. അപ്പൊ വളരെയധികം ദുരിതം അനുഭവിച്ച ഒരു എനർജി ആണ്. ശരിക്കും ഇവരെ അങ്ങനെ അനുഭവിച്ച ഒരു എനർജി ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് അവരുടെ ആ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് യൂണിവേഴ്സിനോടൊക്കെ മറ്റുള്ളവരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. പൊതുവെ എല്ലാവരോടും ഈ തേർഡ് പാർട്ടിക്ക് ദേഷ്യമാണ്. പക്ഷെ തേർഡ് പാർട്ടി ഒരിക്കൽ തിരിച്ചറിയും. ചിലപ്പോ ഇവരുടെ ഉള്ളിലുള്ള ഈ അഴുക്കൊക്കെ കഴുകി കളയാനായിട്ട് ആരെങ്കിലും ഇവരുടെ ജീവിതത്തിലേക്ക് ചെല്ലും. ചിലപ്പോ ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആരെങ്കിലും ചിലപ്പോ നമ്മൾ കൺവേർട്ട് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ ഇങ്ങനെ ഉള്ളില് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഒരു സമയത്ത് അവരെ എവിടെയെങ്കിലും എത്തിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കുമ്പോ അവര് ആ ഒരു ചിലപ്പോ ഒരു മഠത്തിലോ എവിടെയെങ്കിലും ചെന്ന് കയറാൻ, അവര് ഭയങ്കരമായ മനസ്സിങ്ങനെ കലുഷമായിട്ടിരിക്കുമ്പോ അവരെവിടെയോ ചെന്ന് കയറുമോ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുമുട്ടാൻ ഇടവരും. അപ്പൊ അവരായിട്ട് ഇവരുടെ മനസ്സ് മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പോഴേ ഇവര്, കാരണം ഇവിടെ ജഡ്ജ്മെന്റ് വരുന്നുണ്ട്, ഇവരെ നിങ്ങളുടെ ഭാവി നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതൊന്നും ശരിയല്ല എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് കിട്ടുമ്പോൾ, അത് ഇവർക്ക് മനസ്സിലാകുമ്പോ മാത്രമേ ഇവര് നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിച്ച് പോകുള്ളൂ എന്നാ പറയുന്നത്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അപ്പൊ ചിലപ്പോ ദൈവത്തിനോടൊക്കെ ദേഷ്യമായിരിക്കും. ആരെങ്കിലും ഇവരുടെ മാനസാന്തരം വരുത്തിയെടുക്കും കുറെ കഴിയുമ്പോ. അപ്പൊ മാത്രമേ ഇവർക്ക് തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് ഇവരുടെ അകക്കണ്ണ് തുറക്കാൻ പോകുന്നത്. ഇപ്പൊ അവരെല്ലാം ഇൻറ്റ്യൂഷനും അതെല്ലാം അടച്ചു മൂട്ടി വെച്ചേക്കാണ്. കാരണം അവര് സഹിക്കുന്നതിന്റെ പരമാവധി സഹിച്ചിട്ടാണ് ഈ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാലത്ത് ഇവർ ഇതിൽ നിന്ന് പോകും. അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാകും. ഇവിടെ സ്കോർപിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ ഇവരൊരു സ്പിരിച്വൽ ആയ വഴിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്താണ് ഇവര് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുള്ളൂ. അതുവരെ നിങ്ങളുടെ വ്യക്തിയെ ഇവരെ ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു എനർജി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ മാത്രമേ ഇവര് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കുകയുള്ളൂ. കാരണം അതുവരെ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ് എല്ലാവരോടും. നിങ്ങളുടെ വ്യക്തിയോട് ഇവർക്ക് സ്നേഹമൊന്നുമില്ല. നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു വലിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന ഒരു ഇതാണ്. ഇവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കണം. ഇവര് വേദനിച്ച പോലെ ആ ഒരു എന്താ പറയാ, നമ്മൾ ഈ പാമ്പിനെ ചവിട്ടി കഴിഞ്ഞാൽ പാമ്പിന്റെ ആ വേദന തീരുന്നവരെ നമ്മളെ കടിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? പാമ്പിനെ നമ്മൾ വേദനിപ്പിച്ചാല് അതിന്റെ വേദന തീരണ വരെ അത് നമ്മളെ കടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവർക്ക് കുറെ അടി കിട്ടിയിട്ടുണ്ട്. ആ വേദന തീരുന്നിട്ടില്ല. അവരുടെ ഉള്ളിൽ എപ്പോഴും അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്നാണ് കെട്ടടങ്ങുന്നത്, ഏത് വഴിക്കാണ് കെട്ടടങ്ങുന്നത്, അപ്പൊ മാത്രമേ ഇവര് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താന്ന് വെച്ചാല്, നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് വെക്കുക.
ഈ വ്യക്തിയുടെ പുറകെ നടക്കുകയോ ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങളുടെ കാര്യം, മനസ്സിലായോ, നിങ്ങള് നിങ്ങള് എന്താ പറയാ, വളരെ സത്യസന്ധമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ് വന്നത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ക്വീനുകളാണിത്. ഈ ക്വീന് ഒന്നിനെയും പേടിയില്ല. ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് വ്യതിചലിക്കില്ല. ആരുടെയും അഭിപ്രായത്തിന് വില കൊടുക്കാത്ത ഒരാളാണ് ഈ ക്വീൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആകണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വേണം തിരിച്ച്. നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് കാണില്ലല്ലോ. തേർഡ് പാർട്ടിയുടെ ആയിട്ട് കൂടെ പോയ ആള്, തേർഡ് പാർട്ടി ബന്ധമുള്ള ആള് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് കാണുകയില്ല. നിങ്ങൾ ഈ റീഡിങ് കാണുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് എവിടേക്കോ ഈ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നാണ്. അപ്പോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തിയോട് ഇഷ്ടമുണ്ട്, ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ വ്യക്തിയോട് കണക്ഷൻ ഉണ്ട്, നാട്ടുകാർ മുഴുവൻ നിങ്ങളെ കുറ്റം പറയും. മനസ്സിലായോ? നീ എന്തിനാണ്, നിനക്ക് വേറെ പണിയില്ലേ, ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറ്റം പറയും. അപ്പൊ യൂണിവേഴ്സ് പറയും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ ശ്രദ്ധിക്കണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്ലോഷർ ആയിരിക്കും വേണ്ടതെന്ന് വെച്ചാല് ഈ വ്യക്തി പോയത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയണം. ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്നെ ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തി പോയി, അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾക്കൊരു ക്ലോഷർ വേണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പോകുന്ന ആൾ എന്തുകൊണ്ടാണ് പോയത്, ഇനി എന്തെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ. അപ്പൊ നമ്മൾ അറിയാതെ കാത്തിരിക്കും. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു മറുപടി വേണം, അതിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോ നിങ്ങൾ പുറകെ പോകണ്ട, ചേസ് ചെയ്യണ്ട. ഇവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകണ്ട, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കണ്ട. നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക. മനസ്സിലായോ? അപ്പോ അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു അവസാനം കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരിക്കല്, പെട്ടെന്നായിരിക്കില്ല, എന്തെങ്കിലും ഒരിക്കൽ. വേൾഡ് എന്ന് പറഞ്ഞ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാല് ഒരു യാത്രയാവാം, അതല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ യാത്രയാവാം, അല്ലെങ്കിൽ ഒരു സൈക്കിളിന്റെ അവസാനം. അത് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു അവസാനം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അതിനുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ ജീവിതം, നമ്മൾ ഈ ഒരു എനർജിയുടെ പുറകെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ, അവരുടെ ഭാവി, അപ്പൊ അതിന് വേണ്ട വഴികൾ. എൻ്റെ അടുത്ത് ഇവിടെ റീഡിങ് കാണുമ്പോൾ പറയാറുണ്ട്, ഭർത്താവ് ചെലവിന് തരുന്നില്ല, ഭർത്താവ് ചെലവിന് തരണം. പക്ഷെ അതൊക്കെ പഴയ കാലങ്ങളാണ്. നമ്മളിപ്പോഴും കല്യാണം കഴിച്ച ഭർത്താവിന്റെ മുഴുവൻ ചെലവിൽ കഴിയാൻ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇന്നത്തെ വിവാഹത്തിനൊന്നും ഒരു സ്റ്റെബിലിറ്റിയും ഇല്ല. പണ്ടൊക്കെ നമ്മൾ വിവാഹം കഴിച്ച് സെറ്റിൽ ആവണമെന്ന് പറയുമ്പോൾ ഇപ്പൊ വിവാഹം കഴിച്ചാലും സെറ്റിൽ ആവുന്നില്ല മിക്കവരും. വളരെ എന്ന് വെച്ചാൽ മെജോറിറ്റി വിവാഹങ്ങളും ഒരു വർഷത്തിലപ്പുറം പോകുന്നില്ല. മനസ്സിലായി? ഡിവോഴ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ അയാളുടെ ചെലവിൽ ജീവിതാവസാനം മുഴുവൻ കഴിയാം എന്ന ഒരു ചിന്തയിൽ ചെന്ന് കയറരുത്. നമ്മൾ തന്നെ നമ്മളുടെ ജീവിത ഒരു വഴി കണ്ടെത്തണം. വിവാഹത്തിന് മുമ്പാണെങ്കിലും വിവാഹത്തിന് ശേഷമാണെങ്കിലും നമ്മളുടെ കയ്യില് നമുക്ക് ജോലി വേണം, നമുക്ക് നിൽക്കാനുള്ള ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇത് വേണം. അല്ലാതെ ഭർത്താവ് നോക്കുന്നില്ല, ഭാര്യ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. ജീവിതം നീണ്ട ഒരു ജീവിതത്തിന് ആർക്കും പ്ലാനും ഇല്ല. അപ്പുറത്തെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാ പൊക്കോ എന്ന് പറഞ്ഞു പോകുന്ന ജീവിതങ്ങളാണ്. അപ്പോ ഭർത്താവിന്റെ ചെലവിലോ ഭാര്യയുടെ ചെലവിലോ ജീവിതകാലം മുഴുവൻ ജീവിക്കാം എന്ന ഒരു ചിന്തയിൽ ജീവിക്കുന്നവര് സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്തുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അത് മനസ്സിലാക്കണം. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പൊ നിങ്ങളോടും അത് തന്നെയാണ് പറയുന്നത്. ഈ വ്യക്തി നിങ്ങൾക്ക് ചെലവിന് തരുന്നില്ല, ഈ വ്യക്തി അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വ്യക്തി പോകാനുള്ളത് പോയി. ഇനി എന്തെങ്കിലും തിരിച്ചു വന്നാലായി. അപ്പൊ ഏത് അവസ്ഥയിലാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ അതുവരെ നിങ്ങൾ ഈ കരഞ്ഞോണ്ട് എനിക്ക് ചെലവിന് തരുന്നില്ല, അവിടെ പോകുന്നില്ല, കാണാൻ വരുന്നില്ല, കുട്ടികളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കണം. ഈ ഒരു ചാപ്റ്റർ ക്ലോസ് പോയത് പോയി, അത് വരുമ്പോ വരട്ടെ. അതുവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എന്റെ മക്കള് പട്ടിണിയാവും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, എന്തോരം ഉത്തരവാദിത്തമാണ് നമുക്ക് ഉള്ളതെന്നറിയാം. അപ്പൊ ഇതിന്റെ പുറകെ പോകാതെ ഇത് പോയി, വരുന്നെങ്കിൽ വരട്ടെ, ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് നമ്മളുടെ ജീവിതവുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ,
സ്ട്രോങ് ആയ സോഡിയക് സൈൻ ആണ്. ഇവിടെ സ്കോർപിയോ കാണിക്കുന്നുണ്ട്, ഇവിടെ ജെമിനായി ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, ക്യാൻസർ സോഡിയക് സൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സോഡിയക് സൈൻ ഇവിടെ കണ്ടത്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യം അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.